ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കാണുന്നതിനുള്ള ഈസി മെത്തേഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം തന്നെ 43 സ്ക്വയർ കാണാൻ ആദ്യം 3യുടെ സ്ക്വയർ ഇവിടെ എഴുതുക. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. നമ്മളെപ്പോഴും യൂണിറ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ അതൊരു 2 ഡിജിറ്റ് ആക്കി മാറ്റണം. ഇവിടെ 9 ഒറ്റ ഡിജിറ്റേ ഉള്ളൂ, അതിനെ 2 ഡിജിറ്റ് ആക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 0 കൂടെ കൊടുക്കുക. ദെൻ അടുത്ത് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. ഇനി പ്ലസ് 4 × 3 × 2 ഈ 2 കൊണ്ട് ഈ രണ്ട് ഡിജിറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെ 2 ടൈംസ് എടുക്കുക. 4 × 3 12 × 2 24. ആ 24 ഇവിടെ എഴുതുക. അതായത് യൂണിറ്റ് പ്ലേസിൽ നിന്ന് 1 മാറ്റി അതിൻ്റെ താഴത്ത് എഴുതി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 9 4 8 1849 ആണ് 43യുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താ ചെയ്തത്? ആദ്യം യൂണിറ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതുക. അത് എപ്പോഴും നമ്മൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ അതൊരു 2 ഡിജിറ്റ് ആക്കി തന്നെ എഴുതുക. നമുക്ക് ഒരു ഡിജിറ്റേ വരുന്നുള്ളൂ എങ്കിൽ ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ 10ൻ്റെ പ്ലേസിലുള്ള നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? അടുത്ത് ഈ നമ്പറിൻ്റെ ആ ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റിൻ്റെ 2 ടൈംസ് താഴെ എഴുതി അതിനോടൊപ്പം കൂട്ടുക. അപ്പോൾ 43യുടെ സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് 32ൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. ആദ്യം 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. അതൊരു 1 ഡിജിറ്റ് ആണ്, അപ്പം 2 ഡിജിറ്റ് ആക്കുക. ദെൻ അടുത്ത് 3യുടെ സ്ക്വയർ 9. ദെൻ ഇവിടെ എന്താ വരിക? 3 × 2 × 2. അപ്പോൾ 3 × 2 6 6 × 2 12. അപ്പോൾ എന്നിട്ട് ആഡ് ചെയ്യുക. 4 2 10. അപ്പോൾ 1024 ആണ് 32ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത 29ൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പം 9ൻ്റെ സ്ക്വയർ ആദ്യം എഴുതുക. 9ൻ്റെ സ്ക്വയർ 81. 2ൻ്റെ സ്ക്വയർ 4. ദെൻ 2 × 9 × 2. 2 × 9 18. 18 × 2 36. ആഡ് ചെയ്യുക. 1 8 + 6 എത്ര വരും? 14 വരും. 4 8 41 ആണ് 29ൻ്റെ സ്ക്വയർ. ദെൻ അടുത്ത 56ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 5ൻ്റെ സ്ക്വയർ 25. ദെൻ 5 × 6 30. 30 × 2 60. 6 3 3136 ആണ് 56ൻ്റെ സ്ക്വയർ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഇപ്പോൾ ക്ലിയർ അല്ലേ? എന്താ ചെയ്യേണ്ടത്? ആദ്യം യൂണിറ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതുക. അതൊരു 2 ഡിജിറ്റ് ആക്കി തന്നെ എഴുതണം. 2 ഡിജിറ്റ് നമ്മുടെ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 0 കൂടെ ചേർത്ത് കൊടുക്കുക. ദെൻ 10ൻ്റെ പ്ലേസിൻ്റെ സ്ക്വയർ എഴുതുക. അതിനുശേഷം അതിലുള്ള ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതിൻ്റെ 2 ടൈംസ് താഴെ എഴുതി കൂട്ടുക. പെട്ടെന്ന് കിട്ടും. ക്ലിയർ അല്ലേ?